പണ്ട് പണ്ട് ദൂരെയുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ഉണ്ണിക്കണ്ണന്റെ വലിയൊരു ഭക്തനായ ഒരു ബാലനുണ്ടായിരുന്നു. എന്നും രാവിലെ ദൂരെയുള്ള വിദ്യാലയത്തിൽ പോകാൻ അവന് വലിയ പേടിയായിരുന്നു. കാരണം ആ വിദ്യാലയത്തിലേക്കുള്ള വഴി നിബിഡമായ ഒരു കാട്ടിലൂടെയായിരുന്നു. മകന്റെ പേടി കണ്ടപ്പോൾ അമ്മ അവനെ അരികിൽ വിളിച്ചു പറഞ്ഞു, "മകനെ, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? ആ കാട്ടിൽ നിനക്കൊരു ജ്യേഷ്ഠനുണ്ട്, നിന്റെ സ്വന്തം ഗുരുവായൂരപ്പൻ. നിനക്ക് പേടി തോന്നുമ്പോൾ അവനെ വിളിച്ചാൽ മതി, അവൻ നിന്റെ കൂടെ വരും." അമ്മയുടെ വാക്കുകളിൽ ആ കുട്ടിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു. പിറ്റേന്ന് കാട്ടിലെത്തിയപ്പോൾ മരങ്ങൾക്കിടയിലെ നിഴലുകൾ കണ്ട് അവനൊന്ന് ഭയന്നു. അവൻ ഉറക്കെ വിളിച്ചു, "ജ്യേഷ്ഠാ, എന്റെ കൂടെ വരില്ലേ? എനിക്ക് പേടിയാകുന്നു." പെട്ടെന്ന് ആ കാടാകെ ഒരു സ്വർണ്ണപ്രഭ പടർന്നു. കാറ്റിലൊരു പുല്ലാങ്കുഴലിന്റെ നാദമൊഴുകിയെത്തി. മനോഹരമായ പുഞ്ചിരിയോടെ കയ്യിൽ ഓടക്കുഴലുമായ ഒരു ബാലൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ കുട്ടിക്ക് അത് തന്റെ ജ്യേഷ്ഠനായിരുന്നു. ആ കൈപിടിച്ച് നടന്നപ്പോൾ അവന്റെ പേടിയെല്ലാം എങ്ങോ മറഞ്ഞു. പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും ആ ജ്യേഷ്ഠൻ കാട്ടിൽ അവനെ കാത്തു നിൽക്കുമായിരുന്നു. അവരൊരുമിച്ച് കളിച്ചു, ചിരിച്ചു. വിദ്യാലയത്തിന്റെ അതിർത്തി വരെ ആ ജ്യേഷ്ഠൻ അവനെ കൊണ്ടുവിട്ടു. ലോകം മുഴുവൻ തൊഴുന്ന ഭഗവാനാണ് തന്റെ കൂടെ കളിക്കുന്നതെന്ന് ആ നിഷ്കളങ്കനായ ബാലൻ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ വിദ്യാലയത്തിലെ പഠനം പൂർത്തിയാക്കി മടങ്ങുന്ന ദിവസമെത്തി. എല്ലാ കുട്ടികളും ഗുരുനാഥന് വലിയ ദക്ഷിണകൾ നൽകുന്നുണ്ടായിരുന്നു. പാവപ്പെട്ട ആ ബാലന്റെ കയ്യിൽ നൽകാൻ ഒന്നുമുണ്ടായിരുന്നില്ല. അവൻ വിഷമത്തോടെ കാട്ടിലെത്തി തന്റെ ജ്യേഷ്ഠനോട് ചോദിച്ചു, "ജ്യേഷ്ഠ, എനിക്ക് ഗുരുദക്ഷിണ നൽകാൻ എന്തെങ്കിലും തരുമോ?" കണ്ണൻ പുഞ്ചിരിയോടെ അവനൊരു ചെറിയ പാത്രം നിറയെ തൈര് നൽകി. "ഇത് ഗുരുവിന് നൽകിക്കോളൂ" എന്ന് പറഞ്ഞ് അവൻ അപ്രത്യക്ഷനായി. ബാലൻ ആ ചെറിയ തൈര് പാത്രം ഗുരുനാഥന് ദക്ഷിണയായി നൽകി. ഗുരുനാഥൻ ആ തൈര് മറ്റൊരു വലിയ പാത്രത്തിലേക്ക് പകർന്നു. പക്ഷെ അത്ഭുതം, ആ ചെറിയ പാത്രത്തിലെ തൈര് തീരുന്നില്ല. എത്ര പകർന്നിട്ടും അത് വീണ്ടും വീണ്ടും നിറഞ്ഞുകൊണ്ടിരുന്നു. ഗുരുനാഥൻ ഞെട്ടിപ്പോയി. അദ്ദേഹം ചോദിച്ചു, "മകനെ, ഈ അക്ഷയപാത്രം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ആരാണ് ഇത് നൽകിയത്?" ബാലൻ നിഷ്കളങ്കമായി പറഞ്ഞു, "എന്റെ ജ്യേഷ്ഠൻ നൽകിയതാണ്. കാട്ടിൽ എനിക്ക് കൂട്ടായി വരുന്ന ജ്യേഷ്ഠൻ." ഗുരുനാഥന് വിശ്വസിക്കാനായില്ല. അദ്ദേഹം പറഞ്ഞു, "നിന്റെ കൂടെ വരുന്ന ജ്യേഷ്ഠനോ? എങ്കിൽ എനിക്കും അവനെ ഒന്ന് കാണിച്ചു തരൂ." അവർ രണ്ടുപേരും കാട്ടിലെത്തി. ബാലൻ ഉറക്കെ വിളിച്ചു, "ജ്യേഷ്ഠാ, ഒന്ന് വരൂ, എന്റെ ഗുരുനാഥന് നിന്നെ കാണണമെന്ന് പറയുന്നു." പക്ഷെ ആരും വന്നില്ല. ബാലൻ കരഞ്ഞു വിളിച്ച് അപേക്ഷിച്ചപ്പോൾ കാറ്റിലൂടെ ഒരു അശരീരി മുഴങ്ങി, "മകനെ, നിന്റെ നിഷ്കളങ്കമായ വിശ്വാസം നിനക്ക് എന്നെ കാണിച്ചു തന്നു. നിന്റെ ഗുരുനാഥൻ ഇനിയും ഒരുപാട് ഭക്തിയിലൂടെയും തപസ്സിലൂടെയും കടന്നു പോകേണ്ടതുണ്ട് എന്നെ നേരിട്ട് കാണാൻ." ആ നിമിഷം ഗുരുനാഥൻ ആ ബാലന്റെ കാൽക്കൽ വീണു. ലോകം മുഴുവൻ തേടുന്ന പരമാത്മാവിനെ തന്റെ സ്നേഹം കൊണ്ട് ഒരു ജ്യേഷ്ഠനാക്കി മാറ്റിയ ആ ഭക്തബാലന്റെ മഹത്വം എല്ലാവരും തിരിച്ചറിഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ കഠിനമായ വഴികളിലും നമ്മൾ തനിച്ചല്ല. ആ അമ്മ പറഞ്ഞതുപോലെ പൂർണ്ണ വിശ്വാസത്തോടെ വിളിച്ചാൽ നമുക്ക് കൂട്ടായി ആ കണ്ണൻ എപ്പോഴും കൂടെയുണ്ടാകും. മാധവം എന്ന ഈ ചാനലിലൂടെ ഗുരുവായൂരപ്പന്റെ ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളോടൊപ്പം ചേരുക.